എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദം ശങ്കരാചാര്യരുടെ കൃതികളിലെ ഏറ്റവും ചെറിയ ഒരു കൃതിയാണ് ഇത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ രോഗിത്കരണേ. ശ്രീ ശങ്കരാചാര്യ കൃതികളിൽ വളരെ ചെറിയ ഒരു ഗ്രന്ഥമാണ് ഭജഗോവിന്ദം. ആന്തര പ്രചോദനത്തിൻ്റെ ഉച്ചകോടിയിൽ വിഹരിക്കുമ്പോൾ ഉദാത്ത ചിന്തകൾ അത്യന്തം ലളിതമായ ഭാഷയിൽ പകർത്താൻ ആധ്യാത്മിക ആചാര്യന്മാർക്ക് അസാമാന്യ പാടവമുള്ളതായി കാണാം. പാണ്ഡിത്യഗർവമുള്ള വിമർശകന്മാർ അത്തരം വിശിഷ്ട കൃതികളെ ചെറുഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തുക. ഭാഷയുടെ ലാളിത്യവും ശബ്ദത്തിൻ്റെ മാധുര്യവും വൃത്തത്തിൻ്റെ ഭംഗിയും സംഘം ചേർന്ന് ആലപിക്കുമ്പോഴുള്ള സംഗീതാത്മകമായ ലഹരിയും സുഖവും കാരണം ഭജഗോവിന്ദത്തിന് ഈ നാട്ടിൽ വളരെയേറെ പ്രചാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത കാലം വരെയും ഭാരതത്തിൻ്റെ ഏതു ഭാഗത്തു പോയാലും ഇതിലെ ശ്ലോകങ്ങൾ ചൊല്ലുന്നത് കേൾക്കാമായിരുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന, മുതിർന്നവരെ രസിപ്പിക്കുന്ന, വിവേകികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സ്തോത്രരൂപത്തിലുള്ള ഈ സുന്ദര പ്രകരണം ദാർശനികന്മാർ പോലും ആസ്വദിക്കുന്നു. സാധകന്മാർ ഇതിനെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തി ജീവിതം ധന്യമാക്കുകയും ചെയ്യുന്നു. 1000-ലധികം കൊല്ലങ്ങളായി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലിരിക്കുന്ന ഈ വിശിഷ്ട കൃതി അസംഖ്യം ചെവികളിലെത്തിയപ്പോൾ പല പദങ്ങൾക്കും മാറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. ഇതിൽ 31 ശ്ലോകങ്ങളാണുള്ളത്. ആദ്യത്തേത് പല്ലവിയാണ്. സത്സംഗത്തിൽ അത് എല്ലാവരും ഒന്നിച്ചു പാടുന്നു. ബാക്കിയുള്ളവ ഓരോന്നായി ആരെങ്കിലും ചൊല്ലിക്കൊടുക്കും. മറ്റുള്ളവർ ഏറ്റു ചൊല്ലുകയും ചെയ്യും. പല്ലവിക്ക് ശേഷം വരുന്ന ആദ്യത്തെ 12 ശ്ലോകങ്ങൾ 2 മുതൽ 3 വരെ ആചാര്യസ്വാമികൾ സ്വയം രചിച്ചുവെന്നും തുടർന്നുള്ള 14 ശ്ലോകങ്ങൾ 14 തൊട്ട് 27 വരെ ആചാര്യസ്വാമികളെ കാശിയാത്രയിൽ അനുഗമിച്ചിരുന്ന 14 ശിഷ്യന്മാർ ഒരാൾ 1 വീതം രചിച്ചുവെന്നുമാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ഇതിൽ ഇന്ന ആൾ രചിച്ചത് ഇന്ന ശ്ലോകമാണ് എന്ന് നിശ്ചയിക്കാൻ മതിയായ തെളിവുകളൊന്നും ഇല്ല. കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് എല്ലാം സമ്മിശ്രമായ മട്ടിലാണ് കിടപ്പ്. ചില ഐതിഹ്യങ്ങളെ ആധാരമാക്കി ഏതാണ്ട് നിർണയിക്കാനേ ഇന്ന് നിവൃത്തിയുള്ളൂ. പ്രചോദിതരായ ശിഷ്യന്മാരിൽ നിന്നും നിർഗളിച്ച ചിന്താബന്ധുരങ്ങളായ പദ്യങ്ങൾ കേട്ട് സന്തുഷ്ടനായിട്ടെന്നോണം ശ്രീ ശങ്കര ഭഗവത്പാദർ അവസാനമായി 4 ഉത്കൃഷ്ട ശ്ലോകങ്ങൾ കൂടി ചേർത്ത് 28 മുതൽ 31 വരെ ചേർത്ത് സാധക ലോകത്തെ ആകെ ആശീർവദിച്ചുകൊണ്ട് വിശിഷ്ടമായ ഈ വേദാന്ത പ്രകരണത്തെ മംഗളമായി ഉപസംഹരിക്കുന്നു. സദ്ഗുരുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ സദാ നമ്മിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഓം തത്സത്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദ്രുഗുത്കരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജിക്കൂ ഗോവിന്ദനെ, ഭജിക്കൂ ഗോവിന്ദനെ, ഗോവിന്ദനെ തന്നെ ഭജിക്കൂ മൂഢബുദ്ധേ. സന്നിഹിതേ കാലേ സംപ്രാപ്തേ. നിശ്ചിതകാലം അഥവാ മരണകാലം വന്നടുക്കുമ്പോൾ ഡ്രുഗുത്കരണേ നഹി നഹി രക്ഷതി. വ്യാകരണ സൂത്രങ്ങൾ നിന്നെ രക്ഷിക്കുകയില്ല. ഈ ആരംഭ ശ്ലോകം പല്ലവിയായി കണക്കാക്കാം. തുടർന്നുള്ള ഓരോ ശ്ലോകത്തിനു പോലും ഇത് ആവർത്തിച്ച് ചൊല്ലിവരുന്നു. എല്ലാ ഭൗതികജ്ഞാനങ്ങളുടെയും സമ്പാദ്യങ്ങളുടെയും പ്രതീകം എന്ന നിലയ്ക്കാണ് ഡ്രുഗുത്കരണേ എന്ന പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പാണിനിയുടെ പ്രസിദ്ധ സംസ്കൃത വ്യാകരണ ഗ്രന്ഥമായ സിദ്ധാന്ത കൗമുദിയിലെ ഒരു സൂത്രമത്രേ ഇത്. വ്യാകരണ പരിജ്ഞാനം ആവശ്യം തന്നെയെന്നതിൽ തർക്കമില്ല. പക്ഷേ അത് ബ്രഹ്മജ്ഞാനത്തിനായി തന്നെ സമീപിച്ച
നാരദനോട് സനൽകുമാരൻ പറയുകയാണ്, അങ്ങ് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് കേൾക്കട്ടെ. അങ്ങയ്ക്ക് അറിയാത്തതായി അതിനപ്പുറം വല്ലതുമുണ്ടെങ്കിൽ പഠിപ്പിക്കാം. ഞാൻ പഠിച്ച വിദ്യകളുടെയും ശാസ്ത്രങ്ങളുടെയും കലകളുടെയും ഒരു പട്ടിക തന്നെ നാരദർ മുമ്പിൽ വയ്ക്കുന്നു. വേദം, ഇതിഹാസം, പുരാണം, ദേവവിദ്യ, ഭൂതവിദ്യ, നക്ഷത്രവിദ്യ, അങ്ങനെ നീണ്ടുപോകുന്നു അത്. അപ്പോൾ സനൽകുമാരൻ പറയുന്നു, ഇതൊക്കെ വെറും നാമം മാത്രം. പരമാത്മാവിനെയാണ് അറിയേണ്ടത്, സാക്ഷാത്കരിക്കേണ്ടത്. അതാണ് സർവോത്കൃഷ്ടം. നാരദന് വശമായിരുന്ന വിദ്യകളുടെ പട്ടികയിൽ വ്യാകരണവും ഉൾപ്പെട്ടിരുന്നുവെന്നത് മരണം വന്ന് വിഴുങ്ങുമ്പോൾ ഈ ലോകത്തു നിന്ന് നിങ്ങളെ ബലാത്കാരേണ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭൗതിക ശാസ്ത്ര പരിജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അഭ്യസിച്ച കലകൾ നിങ്ങൾക്ക് ആശ്വാസം നൽകുമോ? വ്യാകരണം നിങ്ങളെ സഹായിക്കുമോ? ജീവിത രഹസ്യം എന്തെന്നറിയാൻ ശ്രമിക്കുക. ജഗത്തിനും ജീവരാശികൾക്കും ആധാരമായ പരമ്പൊരുൾ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടറിയുക. ജീവന്റെ സത്തയും ജഗത്തിൻ്റെ സത്തയും രണ്ടല്ല, ഒന്നു തന്നെയെന്ന് സമ്യക് ജ്ഞാനത്തിൽ ജീവപരയോരൈക്യഭാവം സ്വയം അനുഭവിക്കുക. ഇതത്രേ മനുഷ്യ ജീവിതത്തിലെ പരമപ്രധാനമായ കർത്തവ്യം. മനുഷ്യന് മൃത്യുവക്ത്രത്തിൽ പ്രവേശിക്കാൻ കഴിയണം. ഞാനിതാ ഇല്ലാതാവുന്നേ എന്ന് ആർത്തരോദനത്തോടെയല്ല, മറിച്ച് പരമപ്രശാന്തവും ദിവ്യവുമായ സച്ചിദാനന്ദ പദത്തിലേക്കുള്ള കവാടമാണെന്നതെന്ന ആശ്വാസത്തോടെ മരണസമയത്ത് ഞാൻ ഈശ്വരനെ സ്മരിച്ചോളാം, അങ്ങനെ ജന്മസാഫല്യം നേടാം എന്നിങ്ങനെ ചില അല്പന്മാർ ഗീതാവാക്യങ്ങൾ ഉദ്ധരിച്ച് കൊണ്ട് തന്നെ ആശ്വാസം കൊള്ളുന്നതായി കാണാം. ശരിയാണ്, എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം വിടുന്നവൻ മോക്ഷമടയോ എന്ന് ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ പുസ്തക പരിജ്ഞാനം മാത്രമുണ്ടായാൽ പോരാ, ലോകനിയതിയെ മറികടക്കാനൊക്കില്ല. നിയതിയും നിയന്താവും രണ്ടല്ലെന്നറിയേണ്ടതാണ്. ഗീതയിൽ ഭഗവാൻ സ്പഷ്ടമായി തന്നെ പറയുന്നുണ്ട്. അന്ധകാലേജ എന്ന ഇവിടെ ഛയ്ക്കുള്ള പ്രാധാന്യം പലരും അറിയുന്നില്ലെന്ന് തോന്നുന്നു. ജീവിതകാലം മുഴുവനും മരണസമയത്തും എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഛ പ്രയോഗിച്ചതെന്ന് ഗീതാഭാഷ്യത്തിൽ ശ്രീ ശങ്കരൻ വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധേയമത്രേ. ഭജ ശബ്ദത്തിന് സേവ എന്നർത്ഥം. ഭജ സേവായാം. മതപരമായ വെറുമൊരു ദിനചര്യയോ വഴിപാടെന്നോണം വിരസമായി അനുഷ്ഠിക്കുന്ന പുഷ്പാർച്ചനയോ യാന്ത്രികമെന്നോണം നടത്തുന്ന മന്ത്രോച്ചാരണമോ കീർത്തനാലാപമോ അല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വരനുമായി ജീവൻ്റെ തന്മയീഭാവം, ഏകീഭാവത്തിൽ വർത്തിക്കൽ. അതത്രേ, അഥവാ അതിനുള്ള പ്രയത്നമത്രേ ഭജനം, ശരിയായ സേവ. വീട്ടിലെ പൂജാമുറിയിലാവട്ടെ പൊതുദേവാലയത്തിലാവട്ടെ ആരാധനയ്ക്ക് ഏതാനും ചില ചിട്ടകൾ എല്ലാ മതാചാര്യന്മാരും നിഷ്കർഷിച്ചിട്ടുണ്ടെന്നത് ശരി തന്നെ, അത് ആവശ്യവുമാണ്. എന്നാൽ അത്തരം നിബന്ധനകൾ ഏർപ്പെടുത്തിയത് ആരാധനാരീതിയിൽ നാടൊട്ടുക്കം ഒരു ഏകീകരണം വരുത്താനെന്നോ ഓർക്കണം. ആരാധനാവേളയിലെ ചടങ്ങുകൾ വെറും യാന്ത്രികമായിട്ടാണ് കാട്ടിക്കൂട്ടുന്നതെങ്കിൽ മതപരമായ വ്യായാമമെന്നേ അതേപ്പറ്റി പറഞ്ഞുകൂടും. പ്രേമഭക്തിയോടെ ഭഗവത്പാദങ്ങളിൽ ഭക്തൻ സർവാത്മന സ്വയം അർപ്പിക്കുക, ആത്മസമർപ്പണം. അതാണ് ശരിയായ ഭജനം, ഭഗവതാരാധനം. ഭക്തൻ്റെ സ്വസമർപ്പണ രൂപമായ ഭഗവത് ഭക്തി സാധന 9 വിധത്തിലുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് നവവിധ ഭക്തിയുടെ സ്വരൂപം. പറയപ്പെട്ട എല്ലാ ഭക്തി സാധനകളും സേവാഭാവം ഉൾക്കൊള്ളുന്നുണ്ട്. ആരാധനയുടെ അഥവാ ഭജനത്തിൻ്റെ സത്ത സേവയാണെന്ന് താൽപ്പര്യം. ഈശ്വരഭജനം ഈശ്വര സേവയാണ്. അതെ, ജനസേവ തന്നെ, ജനാർദ്ദന സേവ. വിഷ്ണുവിൻ്റെ പര്യായമായി ഗോവിന്ദ ശബ്ദം വിഷ്ണു സഹസ്രനാമത്തിൽ 2 തവണ 33-ാമത്തെയും 71-ാമത്തെയും ശ്ലോകങ്ങളിൽ ആവർത്തിച്ചു കാണാം.
നാമരൂപിതമായ പരമ്പൊരുളിനെ നിർദ്ദേശിക്കുന്ന നാമങ്ങളിലൊന്നായ ഗോവിന്ദ ശബ്ദത്തെ ശ്രീ ശങ്കരൻ 4 വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം ശങ്കരഭാഷ്യം നോക്കുക. ഗാം വിന്ദതി ഇതി ഗോവിന്ദ, ഭൂമിയെ കണ്ടവൻ, അറിയുന്നവൻ. അതായത് യാതൊരധിഷ്ഠാനത്തിലാണോ പ്രപഞ്ചലീല നടന്നുകൊണ്ടിരിക്കുന്നത് ആ പരമസത്യത്തെ അഥവാ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവൻ, ബ്രഹ്മത്തെ അറിഞ്ഞവൻ, ബ്രഹ്മം തന്നെ. ബ്രഹ്മവിദ് ബ്രഹ്മൈവ എന്ന് പ്രമാണം. ഗവാം ഇന്ദ്ര ഗോവിന്ദ, ഗോക്കളുടെ നേതാവ്, ഗോകുലത്തിലെ ശ്യാമസുന്ദരനായ ഗോപാലൻ എന്ന സ്ഥൂലാർത്ഥം മാത്രം എടുത്താൽ പോരാ. സർവരുടെയും ഉള്ളിൽ വർത്തിച്ചുകൊണ്ട് ബഹുവിധങ്ങളായ മൃഗീയ വാസനകളെ നിയന്ത്രിക്കുന്ന ജീവചൈതന്യം, സർവഭൂതാന്തരാത്മാവ് എന്നർത്ഥം. ഗൗർവാണീതാം വിന്ദയതേ, ഗൗ ശബ്ദത്തിന് വാക്ക് എന്നർത്ഥം. അതിനെ പ്രദാനം ചെയ്യുന്നവൻ, വാക്കുച്ചരിക്കാൻ, ആശയവിനിമയം ചെയ്യാൻ, ശബ്ദിക്കാൻ ജീവികൾക്ക് ശക്തി നൽകുന്നവൻ. യാതൊന്നിൻ്റെ അനുഗ്രഹത്താലാണോ ജീവികൾക്ക് ശബ്ദിക്കാൻ, നായ്ക്ക് കുരയ്ക്കാനും, സിംഹത്തിന് ഗർജിക്കാനും, മനുഷ്യന് സംസാരിക്കാനും കഴിയുന്നത് ആ പരമചൈതന്യം എന്നർത്ഥം. ഗോഭിർവാണീഭിർവിന്ദതേ വേത്തി വേദാന്തവാക്യൈരിതി ഗോവിന്ദ, ഉപനിഷത്തുക്കളിലൂടെ മഹാവാക്യങ്ങളുടെ സഹായത്താൽ അറിയപ്പെടേണ്ടവൻ, ശ്രുതിവാക്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പരമ്പൊരുൾ ബ്രഹ്മം എന്നർത്ഥം. നമ്മുടെ സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും നിരന്തരാനുഭവങ്ങൾക്കും ആധാരമായി നശ്വര ജഗത്തിനാശ്രയമായി വർത്തിക്കുന്ന ശാശ്വത സത്യത്തെയാണ് ഗോവിന്ദ ശബ്ദം സൂചിപ്പിക്കുന്നതെന്ന് ചുരുക്കം. ഉപനിഷത്തുക്കളിലെ ബ്രഹ്മം തന്നെ ഗോവിന്ദൻ, പരമാത്മാവ് അഥവാ പരമേശ്വരൻ. അതിനാൽ ഭജ ഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കൂ എന്നതിന് ഹേ മനുഷ്യ, നിന്നിലെ സത്ത പരമേശ്വര ചൈതന്യം തന്നെ എന്ന് അറിയൂ, പരമാത്മാവിൽ തന്മയത്വം പ്രാപിക്കാൻ യത്നിക്കൂ എന്ന് താൽപ്പര്യം. അതിന് മുതിരാതെ വ്യാകരണത്തിൽ പ്രാവീണ്യം നേടുക തുടങ്ങിയ നിസ്സാരമായ ഭൗതിക പരിജ്ഞാനം ആർജിക്കുന്നതിനും നശ്വര വസ്തുക്കൾ സമ്പാദിക്കുന്നതിനും അസ്ഥിരങ്ങളായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും തുച്ഛങ്ങളായ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതിനും മാത്രമായി കാലം കളയരുത്, അങ്ങനെ ജീവിതം വ്യർത്ഥമാക്കരുത് എന്ന് ആചാര്യസ്വാമികൾ അനുശാസിക്കുന്നു. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി രോഗകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സർവം കൃഷ്ണാർപ്പണം.